തൃശൂർ ജില്ലയിലെ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് ഐ ഗ്രൂപ്പ് നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി. ഹനീഫ വധക്കേസിൽ CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ MM ഹസൻ ശ്രമിച്ചു എന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ പ്രതികരിക്കേണ്ട DCC പ്രസിഡന്റ് നിശബ്ദത പാലിച്ചതായും നേതാക്കൾ ആരോപിച്ചു. ഇരുവർക്കുമെതിരെ KPCC പ്രസിഡന്റിന് പരാതി നൽകാൻ നേതാക്കൾ തീരുമാനിച്ചു. ഹനീഫ വധവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നതിന് തെളിവാണ് ഇന്നത്തെ ഐ ഗ്രൂപ്പിന്റെ വാർത്താ സമ്മേളനം. ഹനീഫയുടെ വീട് സന്ദർശിച്ച വേളയിൽ വധം ഗ്രൂപ്പ് പോരിന്റെ പേരിലാണെന്ന MM ഹസന്റെ പ്രസ്താവന CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ V ബൽറാം ആരോപിച്ചു. KPCC വക്താവാണ് എന്ന് കരുതി എന്തും പറയാമെന്ന് ഹസൻ കരുതരുത്. നേതാക്കൾക്കെതിരെ പരസ്യ പ്രസ്താവന പാടില്ലെന്ന നിലപാട് ആദ്യം ലംഘിച്ചത് MM ഹസനാണ്. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ ഇവിടെ വന്ന് ഹനീഫയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം ഇറക്കിയ പ്രസ്താവന ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിലുള്ളതാണ് എന്നുള്ള നിലയിലാണ് വന്നത്. അതൊരിക്കലും അങ്ങനെ ഹസനെ പോലെയുള്ള ഒരു സീനിയർ നേതാവ് പറയാൻ പാടില്ലാത്തതാണ്. CN ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ ഒരു പ്രതികരണവും DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടിയിൽ നിന്നും ഉണ്ടായില്ല. നിലവിൽ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിച്ചു. നിരപരാധിയായിട്ടുള്ള CN ബാലകൃഷ്ണനെ പ്രതിയാക്കണം എന്നുള്ള രീതിയിൽ പ്രസ്താവന വന്നാൽ അത് ശക്തമായിട്ട് അതിന് പ്രതികരിക്കേണ്ടതും നിഷേധിക്കേണ്ടതും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. പക്ഷെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ ഇറക്കുന്നവരെ വിമർശിക്കാൻ, പ്രതികരിക്കാൻ ഇതുവരെ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇരുവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തൃശൂർ.